അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രഷ് വറ്റമീൻ നമ്മൾ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു മസാല ഫ്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കാം. ബാക്കിയുള്ള മീൻ നമ്മൾ കറി വെക്കുന്നതാണ്. അപ്പോൾ ഈ അടിപൊളി മസാല ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് ഷാലറ്റ് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞത് ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് അടിച്ച് പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 2, 3, 4 അല്ലി അല്ലെങ്കിൽ 5 അല്ലി വെളുത്തുള്ളി, 3, 4, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് ചെറിയ ലൈറ്റ് മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മീൻ ഇങ്ങനെ ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. മീൻ കറി വെക്കണേക്കാളും എളുപ്പത്തിൽ ചെയ്യാവുന്നത്. നമ്മളൊരു 4 പച്ചമുളക് എരിവിനായിട്ട്, പിന്നെ ഒരു 2-3 ഏതെല്ലാം കരിയാപ്പില, ഇതൊക്കെ കൂടി ഒന്ന് കൂട്ടിയൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ മസാല അടിച്ചെടുത്തിട്ടുണ്ട്. മസാല റെഡിയാണ്. ഇനി അടുത്ത് നമുക്ക് മീൻ വറുക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താ ഓയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് മീന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടിച്ചത്, ക്രഷ് ചെയ്ത കുരുമുളക് പൊടിച്ചതിനേക്കാളും, നമ്മളൊരു ലെമണ്, ഒരു ചെറുനാരങ്ങ, നല്ല നീരുള്ള ചെറുനാരങ്ങ, അര ചെറുനാരങ്ങയാണ് ചേർത്തിട്ടുള്ളൂ. ഒത്തിരി പുളിപ്പ് വേണ്ട. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പാണ് ചേർത്ത് കൊടുക്കുക. ബാക്കി മസാലയിൽ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ അതിൽ എന്ന് തേച്ച് കൊടുക്കാം. അത് എരിവ് ഇതിൽ കൊടുത്തിട്ടില്ല, കാശ്മീരി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലൈറ്റ് എരിവ് ഒത്തിരി ആയി കഴിയുമ്പോഴേക്കും മീനിൻ്റെ രുചി മാറും. മീനെ ഒന്ന് നമ്മൾ തേച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഇച്ചിരി ഓയിൽ അധികം വേണം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചേക്കാനുള്ള മസാല, നമ്മുടെ ചെറുള്ളി, മുളകും, ഇഞ്ചിയും, വെളുത്തുള്ളി, കരിയാപ്പില, പച്ചമുളക് എല്ലാം കുക്കൊക്കെ തന്നെ ഒരു ശകലം വെള്ളത്തോടെ മസാല അരച്ച് ചേർത്തിട്ട് മസാല അരച്ചിട്ട് കുക്കായി വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ, നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഒത്തിരി ഉപ്പ് വേണ്ട. മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. നമ്മുടെ മസാല ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഓയിലൊന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും മസാല കുക്കായി മനസ്സിലാവും. ഓയിൽ തെളിഞ്ഞ് കഴിയുമ്പോൾ വരെ നമ്മൾ കുക്ക് ചെയ്യുക. നല്ല കാലാവസ്ഥയാണ്. അടിപൊളി മഴയും കൂടെ വരുന്നുണ്ട് നമ്മളെ മസാല കുക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വരുമ്പോഴേക്കും മഴേൻ്റെ ഒപ്പം കഴിക്കാൻ, മഴക്കാലത്ത് മഴേൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് വരും. ആവശ്യമായിട്ടുള്ള കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ചെറിയ ചൂടിലൊന്ന് വേവിച്ച് വരാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ മീൻ ആദ്യം വറുത്തെടുക്കാം. ഇത് ചെറിയ ചൂടിലേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മുടെ കല്ല് നല്ല ചൂടായിട്ടുണ്ട്. നല്ല ചൂടുള്ള കല്ല് വേണം. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്കാണ്, ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമില്ല. എണ്ണ ചൂടായി വന്ന് എണ്ണയിലേക്ക് നമുക്ക് മീനൊന്ന് വെച്ച് കൊടുക്കാം. മസാല ഇട്ട് വെച്ച് മീനൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്ക് മീൻ ഒരു വശം 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം മീനെ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അടുത്ത വശത്തോടെ 1 മിനിറ്റ് വേവിക്കുക. ഒത്തിരി നേരിട്ട് വേവിക്കണ്ട. അപ്പോൾ അടുത്ത സൈഡും കൂടെ നമുക്ക് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. പോവാം. നമ്മുടെ മീൻ അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്ത് സെറ്റായിട്ട് വന്നിട്ട് എങ്ങനെ വന്നിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ 2 വശവും ഓരോരോ മിനിറ്റ് വെച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് മെല്ലെ മാറ്റിയിട്ട് നമ്മുടെ ആദ്യത്തെ സോസ് ഉണ്ടാക്കി വെച്ചതിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ സോസിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ സോസിലേക്ക് മീൻ കൊടുക്കാം അല്ലേ? അടിപൊളിയായിട്ട് നമ്മളിതിലേക്ക്
ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കുടംപുള്ളീൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ സോസിലേക്ക് കുറച്ച് കുടംപുള്ളീൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. കുടംപുളിയോ വാളംപുളിയോ ലെമണോ ഒക്കെ ആയിട്ട് നമുക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് ചേർത്ത് കൊടുക്കാം. പുളിപ്പിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി അതിലേക്ക് നമ്മുടെ സെറ്റായ മീനിനെ ഈ സോസിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കാം. 2 വശം നല്ല ഗ്രില്ലായിട്ടുണ്ട്. വാവ്, അതിനത് കിടന്നൊന്ന് തിളക്കട്ടെ. അത് കിടന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പാനിൽ മീൻ വറുത്ത ആ ഓയിലും ഇതെല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലയും ഫ്ലേവറും അതിലേക്ക് കൂടെ നമുക്കൊന്ന് മീനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മീനിന് പൊടിയാതെ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ദോശയുടെ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. നമുക്കിനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വെന്തതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് മസാല എന്നിട്ട് ഒരു ഇച്ചിരിയുടെ തിക്കായി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്നോടെ ഒന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഈ പ്രിപ്പറേഷന് അതിൻ്റെ മസാല ഒന്ന് തിക്കായത് കോട്ടായി എണ്ണയൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ആ കോക്കനട്ട് ഓയിലൊക്കെ ഒന്ന് റെഡ്യൂസായി വരുന്നവരെ നമുക്കിട്ട് ഒന്ന് വെക്കാം. അതിലിങ്ങനെ കിടന്ന് വെന്ത് ജ്യൂസി ആയിട്ട് സോഫ്റ്റായിട്ട് വരണം. മസാല തിക്ക് മസാല കൂട്ടിയിട്ട് കഴിക്കുമ്പോഴൊരു സുഖം. നമുക്കിതിൻ്റെ മേലേക്ക് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളി ഡിഷ് റെഡിയാണ്. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത് വെക്കാം. കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കാം. വാവ്, ഡിഷ് ഏകദേശം റെഡിയാണ്. പിന്നെ നമുക്ക് ഇച്ചിരി സോസ് കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സൈഡിന് ഒരു സാലഡായിട്ട് കുറച്ച് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. ഒരു സന്തോഷത്തിന് ഇച്ചിരി കരിയാപ്പില വെച്ച് കൊടുക്കുക. ഒരു 2 ലെമണിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുക. അതിൽ നമ്മുടെ അടിപൊളി ഡിഷ് റെഡിയാണ്. സൂപ്പറായിട്ട് നമുക്കത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണത് കാണാൻ. നല്ല മസാല ഒക്കെ പിടിച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? കഴിച്ചു നോക്കിക്കേ. പൊളിച്ചിട്ട് മെല്ലെ പൊളിച്ചിട്ട് നോക്കി നമുക്ക് വൈറ്റ് ഫ്ലഷ് പറഞ്ഞേ, കഴിച്ചിട്ട് പറഞ്ഞേ. ഓ, ഓ, ഫിഷ് പറയണ്ട, ഫിഷ് ഒന്നും പറയണ്ട. പക്ഷെ അതിന്റെ ക്രീമിനെസ് ഡിവൈൻ. ഈ ഫിഷിന്റെ ക്രെഡിറ്റ് അങ്ങോട്ടാ പോണത് നിതിനങ്ങൾക്ക്. അപ്പൊ ഈ ഫിഷിന്റെ ക്രെഡിറ്റ് നമുക്ക് എറണാകുളത്തേക്ക് കൊടുങ്ങല്ലൂരിലേക്ക് നിതിനങ്ങളുടെ അടുത്തേക്കാണ് നമ്മൾ ഈ ഇതിന്റെ പോകുന്നത് അല്ലേ? അപ്പോ അതിന്റെ താങ്ക്സ് പറഞ്ഞു. നിതിനങ്ങൾക്ക് പ്രത്യേകിച്ച് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മളുടെ ഇവിടെ ഇത്രയും നല്ല മീൻ കിട്ടാൻ വഴിയില്ല. കാരണം നമ്മള് വയനാട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മീൻ കുറച്ച് കുറവാണ്. കാരണം നല്ല മീൻ കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. അപ്പം അവിടുന്ന് മീൻ ഇങ്ങോട്ട് വരെ കൊണ്ടുവരാൻ വളരെ നന്ദി. നല്ല അടിപൊളിയായിട്ടുള്ള ഡിഷൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ വെരി വെരി താങ്ക്സ്.